അഡ്വക്കേറ്റ് വി രാജേഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് കൊള്ള നടത്തുന്നു എന്ന് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വെറുതെ വന്ന് പറയുകയല്ല, തെളിവുകളുമായിട്ടാണ്. ആ തെളിവുകൾ എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കടലാസുകൾ, ആ കടലാസുകൾ പരിശോധിച്ച് കണ്ടെത്തിയ തെളിവുകളുമായിട്ടാണ്. എന്താണ് പറയാനുള്ളത്? ഞാൻ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ വളരെ നന്നായിട്ട് വിഷയം അവതരിപ്പിച്ച ഇന്ത്യക്കാരിക്ക് നമസ്കാരം. അപ്പോൾ ഇതേ രാഹുൽ ഗാന്ധിയോട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ചോദിച്ചത്, ഒരു ഇന്ത്യക്കാരന് ഇത്തരത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ പരാമർശത്തെ തുടർന്ന് സുപ്രീം കോടതി ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്കാരൻ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് താങ്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട്. കാരണം രാഹുൽ ഗാന്ധി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യക്കാർ അല്ല, എനിക്ക് സ്വാഭാവികമായിട്ട് താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് തരാനായിട്ടുള്ള സമയം എനിക്കില്ല, ഞാനതിൻ്റെ ആളുമല്ല. പക്ഷേ എനിക്ക് ചർച്ചയിൽ വരുമ്പോഴേക്കും എൻ്റെ നിലപാടുകൾ പറയണമല്ലോ. കാരണം നമ്മളൊക്കെ തമ്മിൽ ഒരുപാട് ചർച്ചകൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരൻ ആയത് സ്മൃതിയുടെ മനസ്സിൽ എന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. തെറ്റായ വിവരമാണ് അങ്ങ് പറയുന്നത്. ഇന്നാണോ തിരിച്ചറിഞ്ഞത്? കോടതി അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ത്യക്കാരനെന്ന് ഒന്നുകൂടി സുവ്യക്തമായി ജനങ്ങൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ വോട്ട് കൊള്ളയുടെ തെളിവുകളാണ്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇന്ന് മാത്രം താങ്കൾ ഇന്ത്യക്കാരെന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചും പറഞ്ഞത്. അതായത് ഈ വോട്ട് കൊള്ള എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന കാര്യം രാഹുൽ ഗാന്ധി കുറേ വോട്ടർ പട്ടിക വച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കാൻ പോകുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് രാവിലെ ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിലെ തെളിവുകൾ, 100 കണക്കിന് പേജുകൾ. ഒരു ഐഡൻറ്റിറ്റി കാർഡിൽ നിരവധി ആൾക്കാരുടെ വോട്ടുകൾ, ഒരു ഐഡൻറ്റിറ്റി കാർഡിൽ നിരവധി പേർ, 3-4 പേർ വ്യത്യസ്ത പേരുകളിലുള്ളവർ വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ തെളിവുകൾ ഞങ്ങൾ 4 മാസം 5 മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്, ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിനർത്ഥം ഒരു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിൽ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതിൽ ഒരു 28,000 29,000 ബൂത്ത് ലെവൽ ഏജന്റുമാർ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാവുന്ന കണക്ക്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുവാനോ എവിടെയെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് കൊടുക്കുവാനോ ഒരു കാര്യത്തിനും പോകാതെ തോറ്റതിന് ശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞങ്ങളെന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു, അണുബോംബ് കണ്ടുപിടിച്ചിരിക്കുന്നു, ആറ്റം ബോംബ് കണ്ടുപിടിച്ചിരിക്കുന്നു എന്തോ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ വില പോവുകയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ എണ്ണം, അതായത് ഈ പറയുന്ന ഒരൊറ്റ സ്ഥലത്തെയാണ് പറയുന്നത്, 11,965 പേർ. ഫേക്ക് അഡ്രസ്സുമായി വന്നവർ 40,009. ബൾക്ക് വോട്ടർമാർ ഇൻ സിംഗിൾ അഡ്രസ്സസ് 10,452. ഇൻവാലിഡ് ഫോട്ടോസ് 4,132. മിസ്യൂസ് ഓഫ് ഫോം 6 33,692. ഇത് പറയുന്നത് ആ ഫോട്ടോകളും ആ തെളിവുകളും കാണിച്ചുകൊണ്ടാണല്ലോ. അങ്ങും കണ്ടു കാണുമല്ലോ ഇന്ന് അദ്ദേഹം നടത്തിയ 1.25 മണിക്കൂർ വരുന്ന വാർത്താ സമ്മേളനം. അതിനോടുള്ള പ്രതികരണം പറഞ്ഞിട്ട് അങ്ങേ അടുത്ത ആരോപണത്തിൽ കിടക്കുന്നതിനെ കുറച്ചുകൂടെ ഭംഗി. അങ്ങേക്ക് നല്ല ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അങ്ങൊരു മറുപടി പറയുന്നു. അതേ സ്മൃതി, ഞാൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് പൊളിറ്റിക്സ് പറയാൻ തന്നെയാണ് ഇവിടെ ഈ ചാനൽ. മഹാദേവപുരയിലേക്ക് താങ്കൾ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, അതുപോലെ തന്നെ ഐഡൻറ്റി കാർഡ്, ഓരോ ഐഡൻറ്റി കാർഡിലും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ ഇന്ന് ഞങ്ങൾ നടത്തിയ ആരോപണം, ഞാൻ നേരത്തെ ഉയർത്തിക്കാട്ടിയ തെളിവുകൾ ഉൾപ്പെടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇത് ജനങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ നിയമ പോരാട്ടം നടത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോ ബൂത്തുകളിലും ഈ വോട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ്സിന് ഭരണമുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടക, അവിടെ ഉൾപ്പെടെ അവിടെ എല്ലാ ബൂത്തുകളിലും ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലം, ഏറ്റവും കരുത്തനായ അവരുടെ നേതാവെന്ന് പറയുന്ന ശിവകുമാർ ഉൾപ്പെടെ, DK ശിവകുമാർ ഉൾപ്പെടെയുള്ള സ്ഥലം, അവിടെയൊക്കെ തന്നെ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് പരാതി കൊടുത്തുകൂടെ? ഈ വോട്ടൊക്കെ തന്നെ BJP ചെയ്താണെന്ന് ആരാ പറയുന്നത്? ഇത്രത്തോളം കൃത്യമായിട്ട് കോൺഗ്രസ് ഈ എണ്ണം വെച്ച് പറയണമെങ്കിൽ ഈ കള്ളവോട്ടിൽ ചേർത്തത് BJPയാണ് ജയിച്ചത് എന്നിടത്താണ് ഈ വോട്ട് ചെയ്തിട്ട്
അല്ല രാഹുൽ ഗാന്ധിയുടെ റിസർച്ചിൽ എവിടെയെങ്കിലും ഈ ആൾക്കാരൊക്കെ തന്നെ BJPക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയുന്നുണ്ടോ? ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ. ഈ വോട്ടിംഗ് മെഷീനിലോ ഈ പാനലിലോ ഇതിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ തിരിമറികൾ നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇലക്ഷൻ ആയിരുന്നു സ്മൃതി കർണാടക തെരഞ്ഞെടുപ്പ്. കർണാടകയിൽ BJPക്ക് ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ എല്ലാ തരത്തിലും പോരാടി. പ്രധാനമന്ത്രി പലതവണ വന്നു, ആഭ്യന്തരമന്ത്രി പലതവണ വന്നു, ഞങ്ങൾ തോറ്റുപോയി. കാരണം ഞങ്ങളുടെ പ്രചരണങ്ങളെയൊക്കെ തന്നെ മറികടക്കുവാനുള്ള ഭരണവിരുദ്ധ വികാരം 25 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് ഭരണത്തിലേക്ക് വന്നു ശ്രീ VV രാജേഷ്. 25 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് നിങ്ങൾ ഭരണത്തിലേക്ക് വന്നു. മോദി പ്രധാനമന്ത്രിയായി. ആ 25 ഇടത്തേക്ക് കൂടി ഇനി പോകേണ്ടി വരുമോ രാഹുൽ ഗാന്ധിക്ക്? അവിടെയും 300 കിലോ വരുന്ന കടലാസുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുമോ? കാരണം ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കുന്നില്ല. ഡിജിറ്റൽ ഇന്ത്യയാണ് കേട്ടോ. ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കുന്നില്ല. കടലാസ് അട്ടിക്കങ്ങ് കൊടുത്തിരിക്കുകയാണ്. അത് നോക്കി കണ്ടെത്താൻ പറ്റില്ല എന്ന് കരുതി. അപ്പോൾ എന്താ ചെയ്തത്? അവർ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു. ആ ഒരു മണ്ഡലത്തിലാണ് 1 ലക്ഷത്തിൽ പരം കള്ള വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരാൾക്ക് 4 ബൂത്തുകളിൽ വോട്ട്, ഒരാൾക്ക് 4 സംസ്ഥാനങ്ങളിൽ വോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഈ പണി പറ്റില്ല എന്നങ്ങ് പറയോ? ഈ കാര്യങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തലയിലേക്ക് അങ്ങിക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത് പറയൂ. എവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ? ആരുടെ പിഴവാണ്? ഈ ഒരാൾക്ക് 4 സംസ്ഥാനങ്ങളിൽ വോട്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ 4 സംസ്ഥാനങ്ങളിലൊക്കെ ഓടി നടന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുള്ളതാണോ, അത് കോൺഗ്രസ് ചേർത്ത വോട്ടാണോ? ഇത്ര കൃത്യമായിട്ട് പറയുന്നത് കോൺഗ്രസ് ചേർത്ത വോട്ടായിരിക്കും. ഇതൊക്കെ മറുപടിയാണ് VV രാജേഷ്. ആദിത്യ ശ്രീവാസ്തവയ്ക്ക് യുപിയിലും മഹാരാഷ്ട്രയിലും താങ്കൾ മറുപടി പലയിടത്തുമായി പല സംസ്ഥാനങ്ങളിലായി വോട്ട്. താങ്കൾ മറുപടി പറയാൻ സമ്മതിക്കാതിരുന്ന അങ്ങനെ ശരിയാവുന്നത്? ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ പോയിന്റുകൾ ഞാനൊന്ന് പറയട്ടെ. താങ്കൾ മറുപടി പറയാൻ സമ്മതിക്കാതിരുന്ന അങ്ങനെ ശരിയാവുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം എല്ലാ പാർട്ടികളെയും ബാധിക്കുമായിരുന്നു. BJP പക്ഷേ തുടർച്ചയായിട്ട് ജയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത്. അഭിപ്രായ സർവേകളും തെരഞ്ഞെടുപ്പ് പ്രചരണവും എല്ലാം പറയുന്നതിന് വിപരീതമായി BJP ജയിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ അഭിപ്രായ സർവേകളൊക്കെ തന്നെ ഞങ്ങൾക്ക് 350 സീറ്റ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് 250 സീറ്റാണല്ലോ കിട്ടിയത്. ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാത്തത് നല്ല രീതിയിലുള്ള ഭരണം നടക്കുന്നത് കൊണ്ടാണ്. മറ്റൊന്ന്, 5 വർഷത്തേക്കാൾ 5 മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് കൂടി. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഉശിരുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചേർക്കും. ലോക്സഭയിൽ വിജയിച്ച മുന്നണി നിയമസഭയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് തെളിവ് സഹിതം. 1980 2 സീറ്റുമായി വന്ന ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ 7 ഏലത്തിൽ ആ പരിഹാസം ഏറ്റുവാങ്ങിച്ചത് ഞങ്ങൾ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളിങ്ങനെ വോട്ട് ചേർത്ത് ജയിക്കുന്ന ഇത് ആരോടാ സ്മൃതി ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ വോട്ട് ചേർക്കാറുണ്ടെന്ന് നിങ്ങൾ തന്നെ സംബന്ധിച്ച കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങൾ വോട്ടർമാരെ ചേർത്തില്ലേ? അവർ കള്ളവോട്ട് ചേർത്ത് അതിഥി തൊഴിലാളികളെ അടക്കം തൃശ്ശൂരിൽ വോട്ടർമാരായി ചേർത്തില്ലേ? നിങ്ങൾ കൂടുതൽ വോട്ടർമാരെ തൃശ്ശൂർ ചേർത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു നല്ല നേട്ടമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. വോട്ടർമാരായ എവിടെ ആളുകളെ കൊണ്ടുവന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ചേർക്കും. ചേർത്ത കാര്യമാണ് പറയുന്നത്. ചേർക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ചേർക്കുമ്പോൾ ഒരു ബ്രൂവറിയുടെ ബ്രൂവറിയിലെ അഡ്രസ്സ് കൊടുത്തിട്ട് പല വീടുകളിലായി കഴിയുന്ന 49 പേരുടെ പേര് ഒരു ബ്രൂവറി അഡ്രസ്സിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അച്ഛന്റെ സ്ഥാനത്ത് അതെങ്കിലും ഒന്ന് വൃത്തിക്ക് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. DGFC എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛന്റെ സ്ഥാനത്ത് പേര് ചേർക്കുന്നത്. അതെങ്കിലും വൃത്തിക്ക് ചെയ്യാമായിരുന്നു. ഇതൊന്നും കണ്ടുപിടിക്കില്ല എന്ന് കരുതി, ഈ കടലാസ് പരതില്ല എന്ന് കരുതി. കാരണം 7 അടി പൊക്കത്തിലാണല്ലോ, 300 കിലോ ഉണ്ടല്ലോ. കുറച്ച് ശരീരം അനങ്ങുന്ന പണിയാ. ഞങ്ങളത് ചെയ്യും. കുറച്ച് ശാരീരിക അധ്വാനമുള്ള പണിയാണ് ബൂത്ത് തലത്തിൽ വോട്ടർമാരെ ചേർക്കുക. ഞങ്ങളത് ചെയ്യും. കോൺഗ്രസ്സുകാർ ചെയ്യാൻ ശേഷിയില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകയിലേക്കൊക്കെ പറന്നു കടന്ന് വോട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ? ശരി, ഞാൻ വരാം. Debate with Smriti Parathikkad.